ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം ഇങ്ങനെയാണ്: രത്നഗ്രേവേയ ചിന്താക ലോലമുക്ത ഫലാനിത. ദേവിയുടെ കഴുത്തിൽ അതിമനോഹരമായിട്ടുള്ള ചിന്താംഗം എന്ന് പറയുന്ന ഒരു ആഭരണം ഉണ്ടെന്ന് പറയാം. അതിലുപരി ഈ നാമം പറയുന്നത് ദേവിയുടെ ഭക്തരെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഉപാസകന്മാരെ കുറിച്ചിട്ടാണ്. 3 തരത്തിലാണ് ഈ ഉപാസകന്മാരെന്ന് പറയാം: ഗ്രേവേയന്മാർ, ലോലന്മാർ, മുക്തന്മാർ. ഈ ഗ്രേവേയന്മാർ എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ഉപാസകരൊക്കെ ആയിരിക്കും, പക്ഷേ ദേവിയുടെ ആയിട്ടുള്ള യാതൊരു ഗുണങ്ങളും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കില്ല. ലോലന്മാരോ, ആ പേര് പറയുന്ന പോലെ തന്നെ അവർക്ക് സ്ഥായിയായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടാവില്ല. എപ്പോഴും മാറിക്കളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് കുറച്ച് നാൾ ദേവിയെ ഭജിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ വേറെ ദേവനെ ഭജിക്കും. മുക്തന്മാരോ, ഇത് ഏകാഗ്രതമായി ഒന്നിലുറച്ച് ദേവിയിൽ മാത്രം ഏകാഗ്രതമായിട്ട് ഈശ്വരാവസ്ഥ ഭഗവതിയിലേക്ക് ലയിക്കാൻ ശ്രമിക്കുന്നവരാണ് മുക്തന്മാർ. ഇതിലുപരി ഇതിൽ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ: ഭഗവതി ഈ പറയുന്ന 3 തരത്തിലുള്ള ഉപാസകന്മാരെയും ഭക്തന്മാരെയും അകമഴിഞ്ഞ് ഭഗവതി അനുഗ്രഹിക്കുന്ന പറയാം. അപ്പം ഭഗവതി പറയുന്നത് എന്താ? എങ്ങനെയാണെങ്കിൽ പോലും നീ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഭഗവതിയിലേക്ക് അടുക്കാൻ ശ്രമിക്കൂ. നന്ദി, നമസ്തേ.